ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പഴവർഗ്ഗ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി കാന്തല്ലൂരിലെ കർഷകനായ ശ്രീ TM ജോർജിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ആദ്യം. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാന്തല്ലൂർ തോട്ടുമാരിക്കൽ ജോർജ് TLന്റെ കൃഷിയിടത്തിലാണ്. മികച്ച ജൈവ കർഷകനായ ജോർജ് ഫാം ടൂറിസം രംഗത്തും പ്രവർത്തിക്കുന്നു. ജോർജ് തൻ്റെ കാർഷിക അനുഭവങ്ങളും ഫാം ടൂറിസം അനുഭവങ്ങളും കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. സാർ നമസ്കാരം. നമസ്കാരം. സാറ് എന്തൊക്കെയാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ? ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട്, സ്ട്രോബെറി, പിന്നെ പേര ഉണ്ട് കൃഷി, പിന്നെ കുറച്ച് പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, മാതളം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ പച്ചക്കറികൾ കുറച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു കർഷകനാണ്. എല്ലാം ജൈവ രീതിയിൽ ഓർഗാനിക്കാണ് നമ്മുടെ. എത്ര വർഷമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു? ഞാനിപ്പോൾ ഇവിടെ കാന്തല്ലൂർ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇതിനു മുമ്പും എനിക്ക് കൃഷി ഉണ്ടായിരുന്നു. ഞാൻ പാരമ്പര്യമായിട്ട് കൃഷിക്കാരനാണ്. എൻ്റെ ഫാദർ മുതൽ ഞങ്ങൾ കൃഷിക്കാരാണ്. എവിടെയായിരുന്നു മുൻപ് താമസിച്ചിരുന്നത്? ഇപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയതാണോ? അതെ, ഞാൻ വാഴക്കുളമായിരുന്നു എൻ്റെ സ്ഥലം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് പൈനാപ്പിൾ സിറ്റി വാഴക്കുളം. പൈനാപ്പിളായിരുന്നു ആദ്യ കാലത്ത് എൻ്റെ കൃഷി. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബിസിനസ് രംഗത്ത് കുറച്ച് അങ്ങനെ ഒരു ബിസിനസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാനിവിടെ വന്ന് സ്ഥലമെടുത്ത് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. കൃഷി ശരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ ടൂറിസത്തിലേക്ക് മാറി. അപ്പോൾ ഫാം ടൂറിസം ആണ് ഇപ്പോൾ നമ്മുടെ തീം. ഫാം ടൂറിസമാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം മഡ് ഹൗസുകളാണ്. മഡ് ഹൗസും വുഡ് ഹൗസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അതാണ് ലക്ഷ്യം. അതാണ്. അതിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേർന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പൈനാപ്പിൾ കൃഷി മുൻപ് ചെയ്തിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഏതാണ് നോക്കുമ്പോൾ ലാഭം നോക്കിയാൽ പൈനാപ്പിൾ കൃഷി തന്നെയാണ് ലാഭം. ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ശരിക്കും പരാജയത്തിലാണ്. ഇവിടെ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ കൃഷി ചെയ്ത് ഒരു വിളവിൻ്റെ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും മൃഗങ്ങൾ കയറി നശിപ്പിച്ചിട്ട് വേണ അവസ്ഥ. ആന മുതൽ സകല മൃഗങ്ങളുടെയും ഉപദ്രവം ഇവിടെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ഈ സമീപകാലത്താണോ കൃഷി ആരംഭിച്ചത്? മുൻപ് തന്നെ ഉണ്ടായിരുന്നു? ഇവിടെ വരുന്ന കാലം മുതൽ പാഷൻ ഫ്രൂട്ട് കൃഷി തുടങ്ങിയിട്ട് ഒരു 2 വർഷമായുള്ളൂ. 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ആന കയറി എൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ കുറേയെല്ലാം ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു. അതിനകത്ത് എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായി. പിന്നെ ഇപ്പം ടൂറിസം നന്നായി വരുന്നതുകൊണ്ട് കൃഷിക്കാരൻ കൃഷി ചെയ്ത ഉൽപ്പന്നം വിൽക്കാനും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. അത് വിറ്റ് പോകുന്നുണ്ട്. സ്ട്രോബെറിയൊക്കെ ആണെങ്കിൽ നല്ല വിലയ്ക്ക് വിറ്റ് പോകുന്നുണ്ട്. ഇവിടെ മാത്രമുള്ളൊരു തരം പാഷൻ ഫ്രൂട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഇനം? അത് എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനമൊക്കെ? അത് ഇവിടെ മാത്രമെന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ, ഈ തണുത്ത കാലാവസ്ഥയിലാണ് ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉള്ള് ശരിക്കും വെളുത്തിരിക്കും, നല്ല മധുരമായിരിക്കും. സാധാരണ പാഷൻ ഫ്രൂട്ടിന് ഇച്ചിരി പുളിപ്പുണ്ടല്ലോ. ഇത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. അതിന് ഈ തണുപ്പ് കാലാവസ്ഥയിലേ ഉണ്ടാവുള്ളൂ. നാട്ടിലെ ക്ലൈമറ്റിൽ ഈ സാധനം ഉണ്ടാവില്ല. ഇതിൻ്റെ തൈയൊക്കെ എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്? തൈ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന
വിത്തിട്ടുണ്ടാക്കിയെടുക്കുന്ന തൈ. തൈ നട്ട് എത്ര കാലം വേണം ഇതൊരു വിളവെടുപ്പിലേക്ക് എത്താൻ? തൈ നട്ട് ഒരു നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ ഒരു 8 മാസം കൊണ്ട് പൂക്കളാവും. പൂവായി കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് പഴമാവും. ഒരു വർഷം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. എത്ര വർഷം വരെ ഇതിൻ്റെ വിളവെടുപ്പ് തുടരാം? ഇതിൻ്റെ വിളവെടുപ്പ് ഒരു 10 വർഷം വരെയൊക്കെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ലോക്കലിൽ ഈ മരത്തേക്കടയൊക്കെ കയറി കിടന്ന് ഇങ്ങനെ വളർന്ന് അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന മരത്തേക്കടയാണ്. ഈ പന്തലിട്ട് ചെയ്യുന്നവരാരും തന്നെ ഇല്ല അവിടെ. ഇതിൻ്റെ തൈ നട്ട് മുളപ്പിക്കുന്നതാണോ അല്ല വിത്ത് മുളപ്പിക്കുന്നതാണോ അതോ എയർ ലെയറിങ് അങ്ങനെ എന്തെങ്കിലും ബഡ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണോ തൈ ഉൽപ്പാദിപ്പിക്കുന്ന? ഏത് രീതിയിലാണ്? തൈ വിത്തിട്ട് മുളപ്പിക്കുന്ന, ലെയറിങ് ഒന്നുമില്ല. ഇത് വിത്തിട്ട് മുളപ്പിച്ച് പിന്നെ തണ്ട് മുറിച്ച് കുത്തിയാലും വരും, പക്ഷേ അതിന് ലൈഫ് കുറവായിരിക്കും. വിത്ത് മുളച്ചുണ്ടാകുന്നതിന് തന്നെയാണ് ലൈഫ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഇത്തരം ഫാഷൻ ഫുഡിന് എത്ര രൂപ വില ലഭിക്കും? ഇപ്പോൾ നമ്മളിവിടെ ഹോൾസെയിലായിട്ട് കൊടുത്താൽ 150 രൂപ വെച്ച് കിട്ടും. റീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ 200-250 രൂപ വരെയൊക്കെ പോകുന്നുണ്ട് സീസൺ അനുസരിച്ച്. ഹോൾസെയിൽ കച്ചവടക്കാർ 150 രൂപ വിലയ്ക്ക് എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്ര കാലമായിട്ട് ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്? 6 വർഷം മുമ്പ് മുതൽ ഞാൻ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്. ആ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ആദ്യം സ്ട്രോബെറി തുടങ്ങിയത്. അന്ന് എനിക്ക് സ്ട്രോബെറി വിൽക്കാൻ പറ്റിയില്ല. കോവിഡ് ലോക്ക്ഡൗണൊക്കെ ആയിപ്പോയി, വിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. സ്ട്രോബെറിയുടെ തൈകൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ തൈയാണോ അതോ ഈ മദർ പ്ലാന്റിൽ നിന്നുള്ള തൈയാണോ ഉപയോഗിക്കുന്നത്? ടിഷ്യൂ കൾച്ചർ തൈകൾ നമ്മൾ പൂനായിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതൊരു തൈക്ക് ഇവിടെ വരുമ്പോൾ ഒരു 20 രൂപ മുടക്ക് വരും ഒരു തൈക്ക്. അത് നട്ട് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും പൂവെടുത്ത് ആയി തുടങ്ങും. ആദ്യം വരുന്ന പൂക്കൾ നമ്മളെടുത്ത് കളയും, എന്നാലേ ചെടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഈ സ്ട്രോബെറി കൃഷിക്ക് കൃഷി വകുപ്പിൻ്റെയോ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയോ ഒക്കെ സഹായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സഹായങ്ങൾ കിട്ടാറുണ്ട്, സബ്സിഡികൾ കിട്ടാറുണ്ട്. അതുകൂടാതെ മറ്റെന്താണ് പഴച്ചെടികളായിട്ട് കൃഷി? പഴച്ചെടികൾ ഞാനിപ്പോൾ പേര പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഓറഞ്ച് ഉണ്ട്, മാതളമുണ്ട്, അതെല്ലാം പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് ഏലം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പരീക്ഷണത്തിലാണ്. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏലം അത്ര നല്ലതല്ല, തണുപ്പ് കൂടുതലായതുകൊണ്ട് ഏലത്തിനൊരു വളർച്ച കുറവാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഈ സഞ്ചാരികൾ ഈ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ലാഭകരമാണോ? സഞ്ചാരികൾ കൊടുത്താലേ നമുക്ക് മെച്ചമുള്ളൂ. സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഇവിടെ അധികവും ഈ വീക്കെൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇട ദിവസങ്ങളിൽ വരുന്ന പഴങ്ങൾ ഇത് എല്ലാ ദിവസവും പഴം എടുക്കാം. ആ ഇട ദിവസങ്ങളിലുണ്ടാകുന്ന പഴങ്ങൾ ഞങ്ങൾ ജാം ഉണ്ടാക്കും, അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കും. എന്നിട്ട് അത് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തന്നെ കൊടുക്കും. അത് ഇവിടെ തന്നെ വിറ്റ് പോകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്ത് വിപണിയിൽ വിൽക്കാറുണ്ടോ അതോ ഈ ടൂറിസ്റ്റുകൾക്ക് മാത്രമാണോ വിൽക്കുന്നത്? പുറത്ത് വിപണിയിൽ വിൽക്കാറില്ല. നമ്മളിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. നമ്മളിവിടെ അതിനകത്തും ഈ ജാമിനകത്ത് ഞാൻ ഒരു പ്രിസർവേറ്റീവും കളറും ഒന്നും ചേർക്കാറില്ല. ഞാൻ ജാമുണ്ടാക്കി ഫ്രീസറിനകത്ത് വയ്ക്കുക. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. കാരണം നമ്മൾ കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ട് പുറത്തെ ഒരു കാലാവസ്ഥ വെച്ചാൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പൂപ്പൽ കയറും. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തു വിടുമ്പോഴും പറയും നിങ്ങൾ കൊണ്ടുപോയാൽ ഇത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞേ കൊടുത്തു വിടാറില്ല. ചേട്ടൻ ഇവിടെ ഈ സ്ഥലം എടുക്കുമ്പോൾ ഇവിടെ എന്തായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്? ഇതിനകത്ത് മൊത്തം ഈ യൂക്കാലി ആയിരുന്നു. യൂക്കാലി വെട്ടി മറിച്ച സമയത്താണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കിറ്റാച്ചി കൊണ്ടുവന്ന് കുറ്റിയെല്ലാം പറിച്ച് സ്ഥലം തട്ട് തിരിച്ച് ലെവലാക്കി എടുത്തിട്ടാണ് ഞാൻ കൃഷി തുടങ്ങിയത്. ഈ യൂക്കാലി നട്ടിരിക്കുന്ന സ്ഥലത്ത് സാധാരണയായി വളത്തിൻ്റെ അളവ് കുറയും, അവിടെ മറ്റ് വിളകളൊന്നും വളരാൻ സാഹചര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ജൈവ രീതിയിൽ എങ്ങനെയാണ് ഈ കൃഷിയിടത്തെ ഒരുക്കിയെടുത്തത്? ജൈവ രീതിയിൽ ഒരുക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയത്നം തന്നെയാണ്. കാരണം ഞാൻ ഈ സ്ഥലം എടുക്കുമ്പോൾ ഇതിനകത്ത് പുല്ല് പോലും മുളയ്ക്കാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് യൂക്കാലി നിന്ന് കഴിഞ്ഞാൽ യൂക്കാലി മണ്ണിലുള്ള സൂക്ഷ്മമൂലകങ്ങൾ ഫുള്ള് വലിച്ചെടുക്കുകയാണ്. മണ്ണിനകത്ത് എന്നാൽ NPK ഈ മണ്ണിൽ റിച്ചാണ്. പക്ഷേ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം കൊണ്ട് ഈ NPK വലിച്ചെടുത്ത് ചെടിക്ക് വളരാനുള്ള കഴിവില്ല. പിന്നെ ഞാൻ ഈ സൂക്ഷ്മമൂലകങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കടൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിനകത്ത് 30 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഈ മണ്ണിൽ ഒഴിച്ചു കൊടുക്കും. കടൽ വെള്ളത്തിൽ എല്ലാ സൂക്ഷ്മമൂലകങ്ങളും ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിക്ക് ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവരുടെ യൂണിവേഴ്സിറ്റിക്കാരുടെ ഒരു സമ്പൂർണ്ണ എന്ന് പറയുന്ന സാധനമുണ്ട്, അതും അടിച്ചു കൊടുക്കാറുണ്ട്. അത് അടിച്ചു കൊടുത്താലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ നൈട്രജൻ പൊട്ടാഷ് പോലുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ?
നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചാണകമൂത്രം. എനിക്ക് പശുക്കളുണ്ട്, 8 പശുക്കളുണ്ട്. അതിൻ്റെ ചാണകമൂത്രം മൊത്തം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ പശുക്കളെ വളർത്തുന്നത്. പാലിൻ്റെ ഉപയോഗത്തിനല്ല ഞാൻ പശുക്കളെ വളർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷിയിൽ മെയിനായിട്ട് ചെയ്യുന്നത് അതാണ്. പിന്നെ എല്ലുപടി കൊടുക്കും. ജലക്ഷാമം ഇവിടെ ഉണ്ടാവാറുണ്ടോ? അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടോ കൃഷിക്ക്? ജലക്ഷാമം നല്ല വേനലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? നമുക്ക് കുളമുണ്ട്, കുളത്തിൽ നിന്ന് മോട്ടർ അടിച്ച് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. മോട്ടർ അടിച്ച് സ്പ്രിങ്ക്ലറിട്ട് നനയ്ക്കുകയാണ് ഈ സ്ട്രോബെറിക്കൊക്കെ. മറ്റേ പേരയ്ക്കൊക്കെ ട്രിപ്പ് കൊടുത്തേക്കുക. മൾച്ചിങ് ചെയ്തിട്ട് സ്ട്രോബെറി ആദ്യം തലം കിളച്ചൊരുക്കി ബെഡെടുക്കും. ബെഡെടുത്തിട്ട് അതിനകത്ത് ചാണകവും എല്ലുപൊടിയും പിന്നെ ഞങ്ങളുടെ ഒരു മീൻ വളമുണ്ട്. ഞങ്ങളുടെ പിള്ളേർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളമാണ്. മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വളമാണ്. അതിനകത്ത് കാൽസ്യമൊക്കെ നിറയെ ഉള്ള ഒരു സംഭവം. പിന്നെ അത് ചേർക്കും. പിന്നെ കക്കാപ്പൊടി ചേർക്കും. ഇതെല്ലാം ചേർത്ത് തലവരി മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് തുളയിട്ട് അതിനകത്താണ് തൈ വയ്ക്കുന്നത്. കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. പഴവർഗ്ഗ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി കാന്തല്ലൂരിലെ കർഷകനായ ശ്രീ TM ജോർജുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കാന്തല്ലൂരിലെ കർഷകനായ ശ്രീ രാമകൃഷ്ണനുമായുള്ള അഭിമുഖം കേൾക്കാം. ഇടുക്കി ജില്ലയുടെ പച്ചക്കറി കൃഷിയുടെ കലവറ, പച്ചക്കറിയുടെയും പഴവർഗ്ഗങ്ങളുടെയും കലവറയായിട്ടുള്ള കാന്തല്ലൂർ പഞ്ചായത്തിലെ രാമകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. രാമകൃഷ്ണൻ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പച്ചക്കറി കൃഷിയിലാണ് ഏർപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എത്ര നാളുകളായി ഈ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൃഷി തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് അച്ഛനായിരുന്നു. അച്ഛൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ പരിപാടി സ്ഥലമൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പരിപാടി നാനും കൃഷി ചെയ്തു. കൃഷിയിൽ തന്നെ. എവിടെയാണ് പഠിച്ചത്? ഏത് ക്ലാസ് വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ സേക്രട്ടറിക്കാർക്ക് ഹൈസ്കൂൾ കാന്തല്ലൂരിൽ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചില്ല? അത് കഴിഞ്ഞ് പഠിച്ചില്ല. കൃഷി നോക്കാൻ ആളില്ല. അച്ഛൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്തു. 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം കൃഷിയിലേക്ക്, അത് ചെറുപ്പത്തിലും കൃഷി ചെയ്യുമായിരുന്നു, അതിനുശേഷം മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു തുടങ്ങി അല്ലേ? അച്ഛനും ഒക്കെ ഈ പച്ചക്കറി തന്നെയാണോ കൃഷി ചെയ്തിരുന്നത്? അച്ഛനും പച്ചക്കറി. അച്ഛനൊക്കെ മാട്, ആട്, കോഴി കൃഷി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചെയ്തത് കൃഷി നെല്ല്, കേപ്പ, ഗോതമ്പ്, കപ്പ, ചേമ്പ്, അങ്ങനെ കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. അവർ തന്നെ കൃഷി ചെയ്തിട്ട് വിളവ് കിട്ടില്ല അവർക്ക്. അവർ വീട്ടാവശ്യത്തിന് മാത്രം കിട്ടുന്നു. വലിയ മാർക്കറ്റൊന്നും പോകില്ല. ഇപ്പോൾ ഞങ്ങൾ പിള്ളേർ വന്ന് കൃഷി ചെയ്യാനകത്ത് പുറത്തുള്ള മാർക്കറ്റൊക്കെ അറിഞ്ഞ് അതൊക്കെ മാർക്കറ്റുള്ള സാധനം കൃഷി ചെയ്ത് പോകുന്നുണ്ട്. ഈ നെല്ല്, കേപ്പ, ഗോതമ്പ് അതുപോലെയുള്ള ഈ കപ്പയൊക്കെ കൃഷി ചെയ്തിരുന്നപ്പോൾ അത് നമുക്ക് ആദായകരമല്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത് അല്ലേ? അത് നിർത്തി പച്ചക്കറിയിൽ മാറിയിട്ടുണ്ട്. ഈ പച്ചക്കറി ഏത് കൃഷിയാണ് കൂടുതൽ ആദായകരമായിട്ട് തോന്നുന്നത്? ആദായമുള്ളത് ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇതൊക്കെ ഉണ്ട് ആദായമുണ്ട്. ക്യാരറ്റ്, കാബേജിൽ അത്ര ഗുണം കിട്ടില്ല. അല്ല, കുറച്ച് കുറേ വീട് ചിലവായിട്ട് പോകും. ഏറ്റവും പ്രധാനത് ഉരുളക്കിഴങ്ങ്, കാബേജ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി. ഈ കാന്തല്ലൂരിലെ വെളുത്തുള്ളിക്ക് പ്രത്യേക ഒരു മാർക്കറ്റിലാണെങ്കിലും ഡിമാൻഡ് ഉണ്ടല്ലോ, വിലയും കൂടുതലുണ്ട്. ഈ വർഷമൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നു വെളുത്തുള്ളി? കൂടുതലാണ്. വിത്തിന് ഇപ്പോൾ വിത്ത് എടുക്കാൻ ഞങ്ങൾ വിളവ് എടുക്കാൻ നേരത്തെ വില കുറവാണ്. വില കുറഞ്ഞു പോയി. ഇപ്പോൾ വിത്ത്
മേടിക്കാൻ സ്ഥലത്ത് വില കൂടുതലുണ്ട് ഇപ്പം മാർക്കറ്റിൽ. 400 രൂപ 450 രൂപ കിലോക്ക് വരുന്നുണ്ട് വിത്ത് എടുക്കാൻ നേരത്ത്. ഇപ്പം അവിടെയുള്ള കൃഷിക്കാർക്ക് വില കൂടുതലുണ്ട്. ഊട്ടി മേട്ടുപ്പാളയം അവിടെയാണ് പോയി വിത്ത് എടുത്തുകൊണ്ട് വരുന്നത്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് പോയിട്ട് അവിടെ പോയി നല്ല റഹം നോക്കി ഫസ്റ്റ് ക്വാളിറ്റി നോക്കി വിത്ത് എടുത്തുകൊണ്ട് വരും. നമ്മൾ വെളുത്തുള്ളി വിളവെടുത്ത് വിറ്റ സമയത്ത് എന്ത് വില ഉണ്ടായിരുന്നു? വിത്ത് 100-150 താളെ ഉണ്ടായിരുന്നു നമ്മുടെ വിളവെടുത്ത്. പക്ഷെ നമ്മളിപ്പോൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 400 രൂപയ്ക്ക് മുകളിൽ വിലയായി അല്ലേ? 400 രൂപയ്ക്ക് മുകളിൽ വിലയായി. ഇപ്പോൾ പോകാൻ വിത്ത് എടുക്കാൻ സമയമായി. വിത്ത് എടുത്ത് പാകമാക്കി വെക്കുന്ന സമയമായി. വില കൂടുതൽ കാരണം കൊണ്ട് പോയില്ല, വിത്ത് എടുക്കാൻ പോയില്ല. എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? നമ്മൾ ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. അച്ഛൻ്റെ സ്ഥലമാണ്. നമ്മളല്ല 2 ഏക്കർ സ്ഥലത്തിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. ഈ 2 ഏക്കർ സ്ഥലത്തിലും എല്ലാ ഇനം കൃഷികളും മാറി ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യും. എല്ലാം ഒന്നിച്ചാണ് ചെയ്യും. കാപ്പിക്കൂറ് തണിച്ചുണ്ട്, വ്യാസംപൂരിട്ട് തണിച്ചുണ്ട്, ചെറുപ്പാഴ്ച സ്ഥലത്തിൽ കൃഷി വിടുന്നുണ്ട്. പച്ചക്കറി എല്ലാം ഇനം ഈ ഒരേ സമയത്ത് തന്നെ കൃഷി ഇറക്കുന്നു അല്ലേ? പാഷൻ ഫ്രൂട്ടും കാപ്പിയും വേറെ സ്ഥലത്തുണ്ട്. പച്ചക്കറി മാത്രം എല്ലാം ഒന്നിച്ചിടും. ക്യാരറ്റ്, കാബേജ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് എല്ലാം പെട്ടിപ്പെട്ടായിട്ട് ഇടും. അതിൽ കൂടുതൽ ആദായം കിട്ടുന്നത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെളുത്തുള്ളിയാണ് അല്ലേ? ഈ ഉരുളക്കിഴങ്ങ് എത്ര കിലോ വിത്ത് കൃഷി ചെയ്യാറുണ്ട്? ഉരുളക്കിഴങ്ങ് ഒരു കിലോ വാങ്ങിട്ട് വന്നാൽ ഒരു ചാക്ക് 45 കിലോ, ഒരു 10 ചാക്ക് 500 കിലോ 1000 കിലോ ഇടും. വിത്ത് എടുക്കും. അത്രയും വിത്ത് കൃഷി ചെയ്യും അല്ലേ? അപ്പോൾ അത്രയും വിത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ എത്ര കിലോ വരെ കിട്ടിയിട്ടുണ്ട്? ഒരു ചാക്ക് ഞങ്ങൾ 45 കിലോ ഇടുമ്പോൾ 500 കിലോ 600 കിലോ കിട്ടും. അത് നല്ല വിളവ് കിട്ടും അല്ലേ? അതിന് വളപ്രയോഗം എന്തെല്ലാം ചെയ്യണം? അതിലപ്പോൾ ആദ്യം സ്ഥലം വൃത്തിയാക്കി ഇടണം. ആദ്യം രണ്ടാമത് കളച്ചപ്പൊക്കെ മാറ്റിയിട്ട് വിത്ത് ഇടാം. വിത്ത് ഇട്ട് പാവിട്ടിട്ട് ഒരു 8 ദിവസം 10 ദിവസം കളഞ്ഞ് കിളുത്ത് വരും. മരുന്നടിക്കണം. മരുന്നടിക്കുമ്പോൾ ഒരു 20 ദിവസം കളഞ്ഞ് കള വരും. കളയൊക്കെ കരച്ചിട്ടിട്ട് ഒരു 30 ദിവസം ആകുമ്പോൾ മണ്ണണിക്കണം. ഉരുളക്കിഴങ്ങ് മണ്ണണിച്ച് വരുമ്പോൾ ഒരു 80-90 ദിവസം ആകാൻ നേരത്ത് 10 ദിവസം ഒരു ദിവസത്തിന് മരുന്നടിക്കണം. 10 ദിവസത്തിന് കണക്ക് നാൾ കുറിച്ച് വെച്ച് 10 ദിവസം ഒരു ദിവസം ഒരു നാൾ മരുന്നടിക്കണം. വെള്ളം നനച്ച് വിടണം. വളങ്ങൾ എന്തെല്ലാം കൊടുക്കണം? വളം മിക്സർ ബാക്ടോമാസ് മാത്രമേ ഇടും. പിറക് 45 കാപ്പർ അടിക്കും. മിക്സർ വളങ്ങളാണ് കൊടുക്കുന്നത്. മിക്സർ വളമും ബാക്ടോമാസ് ഇത് 45 കാപ്പർ ഇതാണ് അടിക്കുന്നത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ 90 ദിവസം ആകുമ്പോഴത്തേക്കും ആദായം പറിച്ചെടുക്കണം. അതെ. ഇത് നമ്മൾ പറിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? പറിച്ച് 2 കാലം മുള്ളുണ്ട്. മുള്ളു കോലി എടുക്കുമ്പോൾ കിഴങ്ങ് തനിയാ മണ്ണ് തനിയാ മാറിപ്പോകും. പിറകി എടുക്കണം. അപ്പോൾ നമ്മൾ വേറെ തൊഴിലാളികളെ കൂട്ടിയാണോ ചെയ്യുന്നത്? തൊഴിലാളില്ലാതെ പണിയാൻ പറ്റില്ല. പണിക്കാരില്ലാതെ പണിയാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം പണിഞ്ഞാൽ ഒരു സെന്റിന് ഒരാൾ പണിയാൻ പറ്റില്ല. നമുക്ക് 10 സെന്റ് 20 സെന്റ് പണിക്കുമ്പോൾ 5 പെണ്ണുങ്ങൾ വിളിക്കണം. ആണുങ്ങൾക്ക് 800 രൂപ 900 രൂപ ശമ്പളം ഉണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ചായ കൊടുക്കണം, കടി കൊടുക്കണം. എന്നാലും ഈ ഉരുളക്കിഴങ്ങ് കൃഷി നല്ല കുഴപ്പമില്ലാത്ത ആദായകരമാണ്. നല്ല ആദായമാണ്. നല്ലപോലെ പണിയും നല്ലപോലെ പണം മുടക്കണം. ഒരു വർഷം വന്ന് ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും ഒരു സീസണാണ് ഒരു കൊള്ളത്തിന് എടുക്കാൻ പറ്റും. വെളുത്തുള്ളി 2 സീസൺ എടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു കൊള്ളത്തിന് 1 എടുക്കാൻ പറ്റും. ക്യാരറ്റ്, കാബേജ്, ബീൻസ് 3 എടുക്കാം. കൊള്ളത്തിന് 3 എടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു തവണ എടുക്കുന്നത് ഒരു തവണ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങ് ഒരു തവണയേ ചെയ്യാൻ പറ്റുള്ളൂ. കാലാവസ്ഥ കാരണം കൊണ്ട്. അതെ അല്ലേ? കാലാവസ്ഥ കാരണം കൊണ്ട് ചീഞ്ഞു പോകും. മഴ കൂടുതലാണ്. പിടിച്ചെടുക്കാൻ പറ്റില്ല. വേനൽക്കാലത്തായിട്ട് തണ്ണി നനച്ച് കൊടുത്താലും വെളുത്തുള്ളി വരും. മഴക്കാലത്തെല്ലാം പോകും ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് വർഷത്തിൽ ഒരു തവണയാണ് കൃഷി ചെയ്യുന്നുള്ളൂ അല്ലേ? ഈ ഭാഗത്താ. ഊട്ടി അവിടെയുള്ള 2 കൃഷി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ കാരണം കാട്ടുമൃഗ ശല്യമുണ്ട്. മാണ്, പന്നി, ആണ്, മാണ് ഇതെല്ലാം വന്നത് ആക്രമിച്ച് തിന്നിട്ട് പോകും. അതൊക്കെ പകുതി നമുക്ക് പകുതി എടുക്കാൻ വന്നു. അതെ, കാട്ടുമൃഗത്തിന്റെ പകുതി നമുക്ക് കൃഷി ചെയ്യുന്നത് നമുക്ക് പകുതി എടുക്കും. ഈ ഗ്രീൻ ബീൻസ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ കൃഷി രീതികളെന്ന് പറയാമോ? കൃഷി ബോംബെയിൽ നിന്നാണ് വിത്ത് ഊട്ടിക്ക് വരുന്നത്. പട്ടാണിക്ക് അത് എടുത്തുകൊണ്ട് വന്ന് വിത്ത് മേടിച്ചുകൊണ്ട് വന്ന് അത് 1 കിലോ 500 രൂപ വിത്ത് മേടിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ ഉരുളക്കിഴങ്ങ് പണിയുന്നത് പോലെ പണിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നത് പോലെ ഇടണം. ഓ ശരി. അങ്ങനെ ഇപ്പം കായ് മേലെ മരിക്കും, ഉരുളക്കിഴങ്ങ് അടിയിൽ വരും, ഗ്രീൻ ബീൻസ് മുകളിൽ വരും. അപ്പോൾ പൂവ് അതൊക്കെ മരുന്നടിച്ച് കൊടുക്കണം, വളം ഇടണം. അതൊക്കെ പണി കുറവാണ്. ഗ്രീൻ ബീൻസ് കൊണ്ട് കുറച്ച് പണി കുറവുണ്ട്. ഉരുളക്കിഴങ്ങ് പണിക്കാശ് കൂടുതൽ. ഗ്രീൻ ബീൻസ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് വിലയൊക്കെ കിട്ടും? 50 രൂപ 40 രൂപ കിലോവിന് കിട്ടും. ഒരു കിലോ പൊട്ട വിത്ത് ഇട്ടാൽ ഒരു 150 കിലോ 200 കിലോ എടുക്കാം കിട്ടും. ഇത് എവിടെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്? വിൽപ്പനയാകുമ്പോൾ എല്ലാ ചില്ലറ കടക്കാർക്ക് കുറക്കും. എല്ലാം മാർക്കറ്റ് കൊടുക്കപ്പെട്ട മധുര, മേട്ടുപ്പാളയം,
ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. കൊണ്ടുപോയി ഇല്ല, കച്ചവടക്കാർ വന്ന് എടുത്തോണ്ട് പോകുള്ളൂ അല്ലേ? വണ്ടിയിൽ ഇട്ട് വിട്ടാൽ അവർ വിറ്റുകൊണ്ട് വരും. വിറ്റുകൊണ്ട് വരും. പൈസയൊക്കെ റെഡി ആയിട്ട് കിട്ടും. മാർക്കറ്റിൽ നിന്ന് വെക്കുന്നത് അത് കമ്മീഷൻ എടുത്തിട്ട് അവർക്ക് ചാക്കും വണ്ടി കാശും കമ്മീഷൻ 110 രൂപ അവർ കമ്മീഷൻ എടുക്കും. ചാക്ക് വണ്ടി വാടക എടുക്കും. അങ്ങനെ എടുത്തിട്ട് ക്യാഷ് കിട്ടും. എല്ലാ പച്ചക്കറികളും കൂടുതലായിട്ടും തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് കയറി പോകുന്നത് അല്ലേ? തന്നെ പോകും. ഇവിടെ വിൽക്കുന്നത് കാപ്പിക്കൂറും പാസമൂറ്റും മാത്രമാണ് ഇവിടെ അളിഞ്ഞു പോകുന്നത്. വേറെ എല്ലാ സാധനവും തമിഴ്നാട് പോയാലേ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ. കുറച്ച് 100 കിലോ 200 കിലോക്കുള്ള വിത്ത് വിളവെടുക്കുന്നവർക്ക് ഇവിടെ കടക്കാർക്ക് തന്നെ കൊടുക്കാം. 500 കിലോ 1000 കിലോ വരുന്ന സ്ഥലത്തുകാരെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയാൽ ഒറ്റ ദിവസം കൊണ്ട് വിറ്റിട്ട് വരാം. ഇത് കടക്കാരെല്ലാം 5 കിലോ മേടിക്കും 10 കിലോ കണക്ക് ഇവിടെ തീർന്നു പോകില്ല. ഈ കാബേജ് വിളവെടുത്ത് കഴിയുമ്പോൾ അത് ഒരു കാബേജ് എത്ര കിലോ വരെയൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്? കിലോ നമുക്ക് ന്യായമായിട്ട് വളമുള്ള സ്ഥലത്ത് 4 കിലോ 5 കിലോ കിട്ടും ഒരു കേസ്. അത് മാർക്കറ്റിൽ പോകില്ല. വിളവ് കഴിച്ച വന്നാലും മാർക്കറ്റിൽ പോകില്ല. ചീഞ്ഞ് തന്നെ വളത്തിനിടണം. അപ്പോൾ ഈ മാർക്കറ്റിൽ വിൽക്കാൻ ഏറ്റവും നല്ലത് എത്ര കിലോ ഒക്കെ ഉള്ളതാണ്? 1 കിലോ 1.5 കിലോ തൂക്കം വരണം. അതാണ് 1 കിലോ 1.5 കിലോ തൂക്കത്തിന് മുകളിൽ വന്നാലും മാർക്കറ്റിൽ വില ബുദ്ധിമുട്ടാണ്. മേടിക്കുന്ന ആൾക്കാരെല്ലാം 1 കിലോ വീട്ടാവശ്യത്തിന് മേടിക്കും. 2 കിലോ 3 കിലോ ആണെങ്കിലും വീട്ടാവശ്യത്തിന് മേടിക്കില്ല. അത് വേണ്ട. പൊതുവെ ഈ കൃഷിയിൽ നിന്ന് നമുക്കൊരു മെച്ചമായിട്ട് തോന്നുന്നുണ്ടോ? ആദായകരമായിട്ട് കൃഷി പോലെ നോക്കിയാൽ മെച്ചമുണ്ട്. കൃഷി ഇല്ലാതെ കിട്ടിട്ട് വേറെ പണിക്ക് പുറം പണിക്ക് പോകും ആൾക്കാർ. അതങ്ങനെ ഇതിൽ വളമില്ലാണ്ട് അത് പോകും. പണമുള്ളവരെ കൃഷി ഇട്ടിട്ട് കൃഷിയിൽ തന്നെ മുതലാളിയാകാം. അത് മെച്ചമാണല്ലേ? മെച്ചമുണ്ട്. ஆனால் ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു അനുകൂലമില്ല. ഇവിടുത്തെ കർഷകർക്ക് ഏതെല്ലാം വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ വേണമെന്നാണ്? വളങ്ങളായിട്ടാണോ അതോ അല്ലെങ്കിൽ വിത്തുകളായിട്ടാണോ? വിത്തുകൾ അവർ എടുത്ത് തരുന്ന വിത്ത് നമുക്ക് കൃഷിയിൽ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് എവിടെയെങ്കിലും ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചിട്ടത് റഹം വന്ന് അവർ പൈസ അക്കൗണ്ടിൽ കൊടുക്കണം. 100 കിലോക്ക് എന്ത് വേണം മാർക്കുണ്ടോ അതിലുള്ള ചിലവ് കാശ് കൊടുത്താൽ മതി. അവർ തന്നെ മാർക്കറ്റിൽ പോയി എടുത്ത് വന്ന് കൃഷി ഇടുന്നതാണ് വിളവ് കൂടുതൽ കിട്ടും. അവർ പോയി എവിടെയെങ്കിലും പോയി 10 മാസം ഒരു ടണ്ണ് ഇത് വെച്ചിട്ട് കൊട്ടേഷൻ വെച്ചിട്ട് അവർ തന്നെ ഒരു കുറക്കടക്കാർ ഇടാൻ പറ്റില്ല. നമ്മൾ കൃഷിക്കാർ എന്നെ തേവിയോ അത് തന്നെ മേടിച്ചിട്ടാലേ അതിലുള്ള ഗുണമുണ്ട്. അതായത് കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വിത്തിനും വളത്തിനുമുള്ള പണം നൽകുക, അത് അവർ ഉപയോഗിച്ച് അവർ പോയി വാങ്ങിച്ച് കൃഷി ചെയ്തോളും അല്ലേ? അത് ഒറിജിനൽ കൃഷിക്കാർ കണ്ടെത്തണം. അതെ, എല്ലാവർക്കും അക്കൗണ്ടിലേക്ക്. അല്ല, ഇപ്പോൾ ശരിക്കും കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇങ്ങനെയൊരു സഹായം കിട്ടിയാൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് രാമകൃഷ്ണൻ്റെ ഒരു അഭിപ്രായം അല്ലേ? നമ്മളിവിടെ കൃഷിയിൽ നിന്ന് എല്ലാവരും അനുകൂലം കിട്ടുന്നുണ്ട്. കൃഷി ചെയ്യുന്നവർക്കും കിട്ടുന്നുണ്ട്, കൊണ്ടുപോലെ ചെയ്യാതെ ആൾക്കാർക്കും കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ ഈ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഒന്നുമില്ല. 2 കൊല്ലമായിട്ട് ഒന്നുമില്ല. ഒരു സ്ട്രോബെറി കൃഷിന്ന് ഒരു കൃഷി ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് അവർക്ക് മാത്രം അനുകൂലമുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് മുന്നേറ്റമില്ല. കൃഷി ചെയ്യുന്ന പൂര നമ്മ ഭാഗത്ത് വന്ന് കാട്ടുമൃഗമുണ്ട്. എല്ലാവരും സോളാർ ബെൻസിങ് ഇടുന്നുണ്ട്. നമ്മൾ സോളാർ ബെൻസിങ്ങിൽ ഇട്ടിട്ടില്ല. അവർ സോളാർ ബെൻസിങ് ഇട്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ഭാഗത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും സോളാർ ഇട്ട് കൊടുക്കണം. ഫെൻസിങ് വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഒരു പരിഹാരം കർഷകർക്ക് കൊടുക്കണം. അതുപോലെ വിത്തും വളവും വാങ്ങിക്കുന്നതിനുള്ള സഹായം കിട്ടണം അല്ലേ? അങ്ങനെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കണം സർക്കാർ തലത്തിൽ നിന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, കെട്ടിയവൾ, എല്ലാവരും 3 പേരും പഠിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അച്ഛനും കൃഷിയൊക്കെ ചെയ്യും? അച്ഛനും കൃഷിപ്പണിയാണ്. അച്ഛനൊക്കെ 60-70 വയസ്സായി. ഇനി കൂടുതൽ പണിയില്ല. ഇപ്പം നമ്മൾ എൻ്റെ കെട്ടിയുള്ള തന്നെ പണി. അമ്മയ്ക്ക് അച്ഛനൊക്കെ വയസ്സായി. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, കാന്തല്ലൂർ പഞ്ചായത്തിലെ പുത്തൂർ ഗ്രാമത്തിലെ കർഷകനായ രാമകൃഷ്ണൻ്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി കാന്തല്ലൂരിലെ കർഷകനായ ശ്രീ രാമകൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം.
കോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം താനിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.